നമ്മുടെ ഭൂമിയിൽ ഏതാണ്ട് 1.5 മണിക്കൂർ ലഭിക്കുന്ന പ്രകാശോർജം, അത് നമ്മൾ ആ പ്രകാശം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും ഏതാണ്ട് 1 വർഷം മുഴുവനായിട്ടും ഉപയോഗിക്കാനുള്ള വൈദ്യുതി അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ഈ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് തന്നെ വെയിലിന്റെ ലഭ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ നമുക്ക് ഈ സോളാർ വൈദ്യുത പദ്ധതികൾ ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നതും ഇന്ത്യയിലാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്കിത് നടപ്പാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോളാർ പദ്ധതികൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ വേണ്ടി കഴിയും. അപ്പം പല ആളുകളും ഇപ്പോൾ ഒരു വിപ്ലവം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ സബ്സിഡി സ്കീമിലൊക്കെ നമ്മൾ പല ആളുകളും സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെ ആണെങ്കിലും സോളാർ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പല കമ്പോണൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സോളാർ ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഏതൊരു സാധാരണക്കാരനും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, ഇപ്പൊ നമ്മുടെ ഒരു ആവശ്യം നമുക്ക് വലിയ പൈസ മുടക്കാനില്ല, നമ്മുടെ ഒരു ആവശ്യം ഒരു 1 കിലോ വാട്ട് സിസ്റ്റമാണ് അല്ലെങ്കിൽ 2 കിലോ വാട്ടാണ്, അത് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു സോളാർ പ്ലാന്റിന്റെ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത്. അതുപോലെ പിന്നീട് ഓഫ് ഗ്രിഡ് സിസ്റ്റവും അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റവും എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ അതിന്റെ A to Z കാര്യങ്ങൾ, ഒരു സോളാർ ഇൻസ്റ്റാളേഷന് വേണ്ടുന്ന എല്ലാ കമ്പോണൻസും, വയറിങ്, എർത്തിങ് യൂണിറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു സ്കീമാറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിനു മുമ്പ് 2 സോളാർ ഇൻസ്റ്റാളേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മളൊരു സ്ട്രിങ് ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ഒരു 3 കിലോ വാട്ട് സിസ്റ്റവും അതുപോലെ മറ്റൊന്ന് മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ നമുക്കൊരു സോളാർ പ്രോജക്റ്റിൽ വരുന്ന കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു സോളാർ സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം 3 ടൈപ്പുള്ള സോളാർ സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം, അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റം. ഈ 3 സിസ്റ്റം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രിഡ് കണക്റ്റഡ് ആയിരിക്കും, ഇതിൽ ബാറ്ററി നമ്മൾ ഉപയോഗിക്കില്ല. രണ്ടാമത്തെ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഗ്രിഡ് കണക്റ്റഡ് അല്ല, പക്ഷേ നമ്മൾ സോളാറിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന AC കറണ്ട് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നു. മൂന്നാമത്തെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സാണ്. അതായത് നമ്മൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന എനർജി, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ആക്കുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഇൻവെർട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ബാറ്ററിയിൽ സേവ് ആക്കുന്നുണ്ട്. എക്സസ് ആയിട്ട് വരുന്നത് നമ്മൾ ഗ്രിഡ് വഴി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം, ഇതാണ് 3 ടൈപ്പ് സിസ്റ്റം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു ഗ്രിഡ് ടൈഡ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്താണ് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഓൾറെഡി നമുക്കറിയാമെങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ട് ഇതിലൊരു സോളാർ പാനലുകളാണ്. സോളാർ പാനലുകൾ നമ്മുടെ സൂര്യപ്രകാശം അതായത് പ്രകാശോർജ്ജത്തെ റിസീവ് ചെയ്ത് സോളാർ സെല്ലുകൾ അതിനെ വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന വൈദ്യുതോർജ്ജം DC കറണ്ട് ആയിട്ടാണ് വരുന്നത്. അതിനെ ചാർജ് കൺട്രോളറുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ അകത്ത് ചാർജ് കൺട്രോളറും മറ്റ് നിരവധി കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻവെർട്ടറുകൾ എന്ത് ചെയ്യുന്നു, ഈ DC കറണ്ടിനെ AC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് അതിന് മുമ്പൊരു DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്, AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫൈനലി എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്നു. അതേസമയം ഇത് ഗ്രിഡായിട്ട് കണക്റ്റഡ് ആണ്.
അതായത് പകൽ സമയത്ത് മാത്രമാണ് നമുക്ക് സോളാറിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം. അപ്പോൾ പകൽ സമയത്ത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് എക്സസ് ആയിട്ട് വരുന്നത് ഗ്രിഡ് വഴി KSEBിയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അതേസമയം രാത്രി കാലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി KSEBിയിൽ നിന്ന് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ഹോം സിസ്റ്റത്തിലേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ചിത്രം. ഇതൊരു മറ്റൊരു സ്കീമാറ്റിക് ചിത്രമാണ്. സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് സോളാർ പാനലുകൾ, അതുപോലെ സോളാർ പാനലുകളിൽ നിന്ന് വരുന്ന അത് ആദ്യം ആ ഒരു കറണ്ട് DC കറണ്ട് കൃത്യമായിട്ട് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, DCDB എന്ന് പറഞ്ഞാൽ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുക എന്താണെന്നുള്ളത്. അതിനുശേഷം DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് നേരെ പോകുന്നത് ഇൻവെർട്ടറിലേക്കാണ്. ഈ ഇൻവെർട്ടർ DC കറണ്ടിനെ AC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻവെർട്ടറിൽ ഉള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു മോണിറ്റർ സിസ്റ്റം കൂടിയുണ്ട്. അത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മൊബൈലിൽ നിന്ന് അത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടിയുണ്ട്. പിന്നെ ഇങ്ങനെ ഗ്രിഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഇൻവെർട്ടർ കൺവേർട്ട് ചെയ്യുന്ന AC കറണ്ട് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് എത്തുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പം AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് വരുന്ന AC കറണ്ട് ഒരു LT പാനൽ ഒരു റെഗുലേറ്ററി മെക്കാനിസം പോലെയാണ്. ഇവിടെ ഒരു എനർജി മീറ്ററാണ് സാധാരണ വരുന്നത്. ഒരു എനർജി മീറ്റർ വരുന്നുണ്ട്, അതുപോലെ ഒരു ബ്രേക്കറും അവിടെ വരുന്നുണ്ട്. അപ്പം ഈ LT പാനൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലെ ലോഡിനനുസരിച്ച്, അതായത് അതിനുശേഷം ഒരു നെറ്റ് മീറ്ററിങ് വരുന്നുണ്ട്. നെറ്റ് മീറ്ററിങ് നമ്മുടെ നിലവിലുള്ള മീറ്റർ മാറ്റിയിട്ട് KSEB ബൈ ഡയറക്ഷണൽ മീറ്റർ അവിടെ വെക്കും. അതായത് മുമ്പുള്ള മീറ്ററുകൾ എന്ന് പറഞ്ഞാൽ KSEB സർക്യൂട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് വൺ ഡയറക്ഷനിലേക്ക് മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും, അതായത് നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എക്സസ് ആയിട്ടുള്ള വൈദ്യുതി അത് KSEBിയിലേക്ക് കടത്തിവിടുന്നു. അതേസമയം നമുക്ക് രാത്രി ആവശ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് അതിലും എക്സസ് ആയിട്ട് നമുക്ക് കറണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ KSEBിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പം ഇത് തമ്മിലുള്ള ഒരു റെഗുലേറ്ററി മെക്കാനിസമാണ് ഇവിടെ വരുന്ന LT പാനൽ എന്ന് പറയുന്നത്. അതായത് അത് എക്സസ് ആയിട്ട് വരുന്നത് ഇങ്ങോട്ട് കടത്തി വിടുന്നു. അപ്പോൾ ലോഡൊക്കെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഔട്ട്ലൈൻ. ഇനി ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോളാർ പാനലുകളുണ്ട്, അതുപോലെ സോളാർ ഇൻവെർട്ടർ, രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. പിന്നീട് അതിൽ വരുന്നതാണ് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അതുപോലെയുള്ള ബാക്കി കമ്പോണൻസ്. ഇപ്പോൾ ഇത് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. കമ്പോണൻസും ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ആദ്യമായിട്ട് സോളാർ പാനലുകളാണ്. സോളാർ പാനലുകൾ അതായത് ലൈറ്റ് എനർജീനെ ക്യാപ്ചർ ചെയ്ത് അതിനെ DC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് സോളാർ ഇൻവെർട്ടറുകളാണ്. ഇൻവെർട്ടറുകൾ രണ്ട് തരത്തിലുണ്ട്. മൈക്രോ ഇൻവെർട്ടറുകളുണ്ട്, സ്ട്രിങ് ഇൻവെർട്ടറുകളുണ്ട്. ഇത് സ്ട്രിങ് ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ DC കറണ്ടിനെ ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു, DC കറണ്ടിനെ AC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ഈ ഇൻവെർട്ടറിൻ്റെ ഫങ്ഷൻ. ഇനി അടുത്തൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ സോളാർ പാനലുകൾ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സോളാർ പാനലുകൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ അവിടെ ഒരു മൗണ്ടിങ് സ്ട്രക്ചർ വേണം. ആ മൗണ്ടിങ് സ്ട്രക്ചർ നമ്മൾ നിർമ്മിക്കണം. അത് റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ GI പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട്. പിന്നീട് വരുന്നത് കേബിൾസ്, അതിൽ AC കേബിൾസ് വരുന്നുണ്ട്, അതുപോലെ DC കേബിൾസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജംഗ്ഷൻ ബോക്സ്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നീട് ഇത് കൂടാതെ വരുന്നത് ഇതിൻ്റെ ഒരു മോണിറ്ററിങ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് അതൊരു വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അത് ഈ ഇൻവെർട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമ്പോണൻ്റാണ് ലൈറ്റ്നിങ് അറസ്റ്റർ, അതുപോലെ എർത്തിങ് കമ്പോണൻസ്. ലൈറ്റ്നിങ് അറസ്റ്റർ, അതുപോലെ മറ്റ് എർത്തിങ്, ഏതൊക്കെ എർത്തിങ് ആണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കമ്പോണൻസ്. ഇനി ഓരോന്നിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് കമ്പോണൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൽ ആദ്യമായിട്ട് നമ്മുടെ സോളാർ പാനലുകളാണ്.
ഇപ്പോൾ സോളാർ പാനലുകളുടെ ഇതിൻ്റെ ഒരു ബ്രീഫ് സ്ട്രക്ചറാണ്, ഒരു സോളാർ പാനലിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ അതൊക്കെ സോളാർ പാനലുകളുടെ ടൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോളാർ പാനലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻസ് ആണ്. ഈ സോളാർ പാനലുകളാണ് ഏറ്റവും നമ്മുടെ റൂഫിൻ്റെ ടോപ്പിൽ വരുന്നത് സോളാർ പാനലുകളാണ്. അപ്പോൾ നമ്മൾ ഈ റൂഫ് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്കോൺ ടെക്നോളജിയുള്ള പാനലുകൾ, ബൈഫേഷ്യൽ പാനലുകൾ ഉപയോഗിക്കാം. ഇനിയിപ്പം നമ്മളല്ലാതെ ചെരിഞ്ഞ് കിടക്കുന്ന പ്രതലങ്ങളാണ്, ഓടിൻ്റെ മുറത്തൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു വൈറ്റ് സർഫേസ് കിട്ടാൻ സാധ്യതയുള്ളത് കുറവായത് കൊണ്ട് തന്നെ നമുക്കവിടെ ബൈഫേഷ്യൽ വെച്ചുകൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി എന്നുള്ള നിലവിൽ നമുക്ക് ഈ ബൈഫേഷ്യൽ പാനലുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സോളാർ പാനൽ ഇതതിൻ്റെ ഒരു ഡോർസൽ വ്യൂ ആണ്, ഇതതിൻ്റെ ഒരു വെൻട്രൽ വ്യൂ ആണ്. അപ്പോൾ ഈ വെൻട്രൽ വ്യൂവിലാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്കറിയേണ്ട കാര്യങ്ങൾ. ഈ വെൻട്രൽ വ്യൂവിൽ ഇവിടെ നമുക്ക് 2 കണക്റ്റേഴ്സ് കാണാം. അതായത് ഈ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന DC വൈദ്യുതി പുറത്തേക്ക് വരുന്ന വയറുകളാണ്, കണക്റ്റിംഗ് വയറുകളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം ഇതാണ് നമുക്കൊരു സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 2 വയറുകൾ ഔട്ട് വരുന്നുണ്ട്. അതായത് ഒന്ന് പോസിറ്റീവും ഒന്നും നെഗറ്റീവും ആണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ വൈദ്യുതിൻ്റെ ഔട്ട്, അപ്പോൾ സോളാറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഔട്ടാണിത്. അപ്പോൾ അവിടെ നമ്മൾ MC4 കണക്ടറുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് ഇപ്പോൾ ഒരു 3 kW സിസ്റ്റത്തിൽ നമുക്ക് 6 പാനലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരസ്പരം സീരിയലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊരു ഉദാഹരണമാണ്. നിങ്ങൾ ലൂം സോളാർ എന്ന് നോക്കണ്ട, വാരി വിക്രം, അതേപോലെ വാരി വിക്രം, അദാനി, NV സോളാർ, ഇങ്ങനെ നിരവധി കമ്പനികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ലൂം സോളാറിൻ്റെ വെക്കാൻ കാരണം ഇപ്പോൾ നിങ്ങൾ ഇപ്പുറത്തെ നമ്മുടെ വാരീൻ്റെ ഒരു പാനലാണ്. അപ്പോൾ ഈ പാനലിൽ ഒരു മൊത്തം ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൂം സോളാറിൻ്റെ ഒരു പടം ഇവിടെ വെച്ചത്. അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കണക്ഷൻസ് ഇപ്പോൾ ഞാനിത് സൂം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു പ്ലസും മൈനസും ഇവിടെ വരുന്നുണ്ട്. അതിനെ നമ്മൾ പിന്നീട് MC4 കണക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കണക്ഷൻ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ വെൻട്രൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റിക്കർ കാണാം. അതിനകത്ത് ഇതിൻ്റെ ഓരോ പാനലിൻ്റെ സീരിയൽ നമ്പറും അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, ഔട്ട്പുട്ട് പവർ എത്രയാണ്, എത്ര വാട്ട്സിൻ്റെതാണ്, അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്, അതിൻ്റെ ടെക്നോളജി ഏതാണ്, ടോപ്കോൺ ടെക്നോളജിയാണ്. അതുപോലെ ഓരോ ഡീറ്റെയിൽസും ഇതിനകത്ത് കൃത്യമായിട്ട്, അതിനകത്ത് എത്ര സെല്ലുണ്ട്, ഇപ്പോൾ നമ്മുടെ പാനലിനെ കുറിച്ച് അറിയേണ്ട ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് കൂടാതെ നമ്മൾ പാനൽ വാങ്ങിക്കുന്ന സമയത്തും നമുക്കിതേ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൽ ഡീറ്റെയിൽസും ഡാറ്റ ഷീറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളൊരു പാനലിനെ കുറിച്ച് അറിയണമെങ്കിൽ പാനൽ എടുക്കുക, അതിൻ്റെ വെൻട്രൽ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ലൂം സോളാറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ പാനലിൻ്റെ ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക കണക്ട് ചെയ്യുന്നതിന് മുമ്പ്. നമ്മളൊരു സോളാർ പാനലുകൾ ഘടിപ്പിക്കുന്ന സമയത്ത് സ്ട്രക്ചറൊക്കെ നമ്മൾ ആ സോളാർ പാനലുകൾ എങ്ങനെ ഫേസ് ചെയ്തിട്ട് വെക്കണമെന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോളാർ പാനലുകൾ, സോളാർ സൺലൈറ്റ് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ വെക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഒരു നോർത്ത് സൗത്ത് ആയിട്ടൊരു 15 ഡിഗ്രി ചെരിച്ച് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സോളാർ പാനലുകൾ നമ്മളവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഫാക്ടർ. അടുത്തതായി നമ്മുടെ സോളാറിൻ്റെ ഇപ്പോൾ റൂഫ് ടോപ്പിൽ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്ട്രക്ചറിങ് നമുക്ക് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിലും ഇനിയിപ്പം അല്ലാത്ത ഇതാണെങ്കിലും നമുക്ക് സാധാരണയായിട്ട് സ്ട്രക്ചറിങ് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിങ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതേപോലെയുള്ള GI പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രക്ചർ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൂടാതെ ഇതിൻ്റെ ഈ ബേസ് ഭാഗം നമുക്ക് നമ്മുടെ ഈ വാർപ്പിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമുക്ക് സാധാരണ ഒരു ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് തോന്നുന്നത്
നിങ്ങളിങ്ങനെ ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഇത് ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കാറ്റ് വന്നാലും ഇതിന്, കാരണം അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ഒരു പാനൽ ഏതാണ്ട് 30 കിലോ ഒക്കെ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ 6 പാനലാകുമ്പോൾ തന്നെ നല്ലൊരു ഭാരം അതിനകത്ത് വന്നു. കൂടാതെ ഈ സ്ട്രക്ചറിങ്ങിൻ്റെ ഭാരം കൂടെ വരുമ്പോൾ ഒരു കാരണവശാലും എത്ര വലിയ കാറ്റടിച്ചാലും ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതിന് പകരമായിട്ട് ഇവിടെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്തിട്ട്, ഇതൊരു ബക്കറ്റാണ്, അതായത് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെയാണ്, ഏതാണ്ട് 22 ഇഞ്ചിൻ്റെ ബക്കറ്റാണ്. അത് നേരെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബോട്ടം കട്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു വെക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഫുള്ള് കോൺക്രീറ്റ് ഇറക്കി വെക്കുന്നു. അപ്പം ഈ രീതിയിലാണ്. കൂടാതെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഫ്ലാറ്റായിട്ട് ഒരു ചെറിയൊരു സ്ക്വയറായിട്ട് ഫ്ലാറ്റായിട്ട് ഒരു പ്ലേറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സ്ട്രക്ചറിങ്. പിന്നെ ഇത് കൂടാതെ ഇനി ഏത് GA ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് സ്ട്രക്ചറിങ്ങിന് ഒരു പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം പിന്നീട് നമുക്കിതൊന്ന് പാനൽ ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം അതിന് ശേഷം നമ്മൾ ഈ പാനലുകൾ അവിടെ ഫിക്സ് ചെയ്തു, സ്ട്രക്ചറിങ് ഉണ്ടാക്കി കൃത്യമായിട്ട് അതിൽ പാനൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അടുത്തത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് സോളാർ പാനൽ ക്ലാമ്പ് ചെയ്ത് വെക്കുന്ന മിഡ് ക്ലാമ്പ്സ്. 2 ടൈപ്പ് ക്ലാമ്പുകളുണ്ട്. ഇതാണ് മിഡ് ക്ലാമ്പ്. മിഡ് ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ 2 പാനലിൻ്റെ നടുക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്ന ടൈപ്പുള്ള ഇതാണ് ക്ലാമ്പുകളാണ്. ഈ ക്ലാമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മളിങ്ങനെ നമ്മളായിട്ട്, അതായത് GI പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിങ്ങിൽ പാനലുകൾ ഫിക്സ് ആക്കാം. 2 പാനലിൻ്റെ ഇടയിൽ ഈ രീതിയിൽ വെക്കുന്നു, ഇത്തരത്തിൽ നടുവിൽ വെച്ചിട്ട് അവിടെ സ്ക്രൂ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മിഡ് ക്ലാമ്പ് എന്ന് പറയും, സോളാർ പാനൽ മിഡ് ക്ലാമ്പ് എന്ന് പറയും. ഇതേപോലെ നമ്മൾ എഡ്ജിൽ അതായത് ഒരു പാനൽ മാത്രം നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിനും വേറെ ടൈപ്പുള്ള നോർമലായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലാമ്പുകളും അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ഒരു 2 സോളാർ പാനലുകൾ ഇങ്ങനെ വെക്കുന്നു. അതിൻ്റെ അടിയിൽ ബേസിൽ വരുന്ന ആ ഒരു ഇതിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ രീതിയിൽ ഡ്രില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മിഡ് ക്ലാമ്പ് ഇങ്ങനെ ഇതിൻ്റെ 2ന് സെൻട്രലായിട്ട് വെക്കുന്നു. കറക്റ്റ് അവിടെ ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്രിപ്പിൽ അങ്ങനെ നിന്നോളും, ഈ രീതിയിൽ നിൽക്കും. അപ്പോൾ ഇതാണ് ഈ ഇത്തരത്തിലുള്ള ക്ലാമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സോളാർ പാനലുകൾ 2 പാനലുകൾ ഫിക്സ് ചെയ്തിട്ട് അവിടെ നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നിർത്തുമ്പോൾ എന്ന് വെച്ചാൽ ഈ എല്ലാ ആയിട്ട് നല്ല കണക്ഷൻ വരുന്നുണ്ട്. അപ്പം ഈ സോളാർ പാനലിൻ്റെ എർത്തിങ്, അതായത് ഫ്രെയിമിൻ്റെ ഒരു എർത്തിങ് വരുന്നുണ്ട്, ആ എർത്തിങ് ഫ്രെയിമിനാണ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഇനി പെയിൻ്റ് അടിച്ചാൽ പോലും ഇതെല്ലാം തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. ഇത് മറ്റൊരു തരം നമ്മളെ ഓരോ ഈ അറ്റത്തുള്ള സോളാർ പാനലുകൾ നമുക്ക് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പാണിത്. സോളാർ എൻഡ് ക്ലാമ്പ് എന്ന് പറയും. ഇനി അത് നമുക്ക് മറ്റേ ക്ലാമ്പ് ആയാലും അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു എൻഡ് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. പിന്നെ ഇപ്പം പലതരത്തിലുള്ള അതിൻ്റെ സൈസ് ഓരോ കമ്പനീൻ്റെ പാനലുകൾക്ക് സൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ക്ലാമ്പുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് ഈ MC4 കണക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ബ്രീഫായിട്ട് പറഞ്ഞു, പാനലിൻ്റെ വെണ്ടർ സൈഡ് കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ MC4 കണക്ടറുകൾ ഉപയോഗിച്ചിട്ട്, അതായത് ഈ 2 എൻഡിലും നമ്മൾ അടുത്ത പാനലുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇത്തരത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു പിന്ന് ഫീമെയിലും ഒരു പിന്ന് മെയിലുമാണ്. അപ്പോൾ അതിന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ പിന്നുകൾ ഉപയോഗിച്ചിട്ട് MC4 കണക്ടർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൽ ഈ ഒരു റെഡ് റിബൺ ഉള്ള ഇതിനെയാണ് നമ്മൾ മെയിൽ പിന്നെന്ന് പറയുക, ഇതാണ് ഫീമെയിൽ പിന്ന്. അപ്പോൾ ഈ 2 കണക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ പാനലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ MC4 കണക്ടറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് MC4 കണക്ടറുകൾ ഇത് വൺസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലോക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില MC4 കണക്ടറുകൾ നമ്മൾ ഊരിയെടുക്കാൻ പറ്റില്ല. വൺസ് നമ്മൾ ലോക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അഴിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫീമെയിൽ പിന്ന്, ഇതാണ് മെയിൽ പിന്ന്, ഇതാണ് ഫീമെയിൽ പിന്ന്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും അതിൻ്റെ ഒരു സ്കീമാറ്റിക് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. ഇത് വാട്ടർ സീലാണ്, അതായത് നമ്മൾ വെള്ളം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ അത്രയ്ക്കും നല്ല സേഫായിട്ടുള്ള
ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവരിത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതാണ് അതിൻ്റെ പിന്നിൽ നമ്മളിത് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായിട്ട് ആ സ്ക്രൂ ഒക്കെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും വെള്ളം. ഇപ്പോൾ നമ്മളൊരു MC4 കണക്ടറിൻ്റെ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒരു ബേസ് ക്യാപ്പ് നമുക്കിതുപോലെ കാണാം. ഇത് സ്ട്രെയിൻ റിലീഫ് എന്ന് പറയുന്ന അതായത് അത് സെൻറ്ററിലെ കട്ട് ചെയ്ത പോലെ ഉള്ള ഒരു ഇതായിരിക്കും. അതായത് ഇതിന് വയറ് കൃത്യമായിട്ട് അവിടെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിനുശേഷം ഒരു സ്ലീവ് ഇവിടെ ഉണ്ട്. പിന്നെ ഫീമെയിൽ കണക്ടർ ബോഡി. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ഫീമെയിൽ പിന്നുണ്ട്. ഈ ഫീമെയിൽ പിന്നിൽ നമ്മൾ നമ്മുടെ സോളാർ പാനലിൻ്റെ DC കേബിൾ കൃത്യമായിട്ട് അവിടെ കണക്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇതെല്ലാം ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടത് ടൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മെയിൽ കണക്ടർ എടുത്തു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതാണ് ഒരു MC4 കണക്ടർ. ഈ കണക്ടർ അഴിച്ചത് കൃത്യമായിട്ട് അത് കുറച്ചൊരു വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിലോ ലൂസ് കോൺടാക്റ്റ് ഒന്നും വരാത്ത രീതിയിൽ നമ്മളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പറഞ്ഞു MC4 കണക്ടറിൻ്റെ പാർട്സുകളാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് MC4 കണക്ടർ, മെയിലും ഫീമെയിൽ പിന്നും. അപ്പോൾ ഇത് നമുക്കൊരു പാനലിന് മറ്റു പാനലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്കിതൊരു 3 kW സിസ്റ്റം ആണെങ്കിൽ നമുക്കൊരു ഏതാണ്ട് ഒരു 6 ഇത്തരത്തിലുള്ള 6 പാനലുകൾ ഉണ്ടാവും. 6 പാനൽ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് ഒരു 12ഓളം MC4 കണക്ടറുകൾ നമുക്ക് ആവശ്യമുണ്ട് ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയും ഈ MC4 കണക്ടറിൻ്റെയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എത്ര ആംബിയറിൻ്റെയാണ്, അതിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് സ്പെക്ക് നോക്കി തന്നെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്ന ഏതാണ്ട് 10 പീസൊക്കെ വരുന്ന MC4 കണക്ടറിന് ഏതാണ്ട് 450 രൂപ ആ ഒരു റേറ്റിലാണ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ആ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അടുത്തത് നമ്മുടെ DC കേബിൾ അതുപോലെ AC കേബിളാണ്. അപ്പം DC കേബിളും AC കേബിളും ഏതാണ്ട് DC കേബിൾ ആണെങ്കിൽ നമ്മളൊരു 4mm ആണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. 4mm അല്ലെങ്കിൽ 6mm യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതുപോലെ നമ്മൾ AC കേബിളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളുകൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ DC കേബിളുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോളാർ പാനലിൽ നിന്ന് നമുക്ക് ഈ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് നമുക്ക് DC കറണ്ടിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. കാരണം ഈ DC കറണ്ട് ഇത്രയും വയറിലേക്കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ടിൻ്റെ ലോസ് അവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ പിന്നീടുള്ള ബാക്കിയുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ AC കേബിളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു LT പാനൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതൊരു എനർജി മീറ്ററാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടും വരുന്നത് ഒരു എനർജി മീറ്ററാണ്. ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു എനർജി മീറ്റർ, അതിൻ്റെ ഒരു ബോക്സ്, പിന്നെ അത് കൂടാതെ ഒരു ഐസൊലേറ്ററും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനർജി മീറ്റർ. അപ്പോൾ അവിടെ ഒരു ഐസൊലേറ്ററും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ വീടുകളിലേക്കുള്ള, അതായത് സോളാറിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ ഹോം അപ്ലയൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കൃത്യമായിട്ടുള്ള ചാനൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ബ്രേക്കർ നമുക്ക് ഓഫായി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം സപ്ലൈ നമുക്കിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വാൾ മൗണ്ട് ചെയ്ത് നമ്മളിവിടുന്ന് ഇങ്ങനെ വന്നു, DC-DB, അതിനുശേഷം ഇൻവെർട്ടർ വന്നു, അതിനുശേഷം AC-DB വന്നു. AC-DB എന്നാണ് ഇതിലേക്ക് കണക്ഷൻ വരുന്നത്. ഇത് ഇന്ന് പോകുന്നത് നേരെ മെയിൻ മീറ്ററിലേക്കാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു LT പാനൽ എന്ന് പറയുന്നത്. ലോ ടെൻഷൻ പാനലാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു എനർജി മീറ്ററും അതുപോലെ തന്നെ ഒരു ഐസൊലേറ്ററുമാണ് അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഇൻവെർട്ടർ. ഒരു 3 kW സ്ട്രിങ് ഇൻവെർട്ടറാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് വാരി ഉണ്ട്, അതുപോലെ തന്നെ ലീവ് ഗാർഡ്, അതുപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണോ നമ്മുടെ ഏരിയയിൽ, അതുകൂടാതെ നമുക്ക് വാറണ്ടി ഏറ്റവും കൂടുതൽ തരുന്നത്. അപ്പം ലീവ് ഗാർഡൊക്കെ 10 വർഷം വരെയൊക്കെ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ വാരി നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു സിംബോളിക്കലി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ
നിങ്ങൾ അത് നോക്കിയിട്ട് ഒരു ബ്രാൻഡ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ വെക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒരു ഇൻവേർട്ടറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെയുള്ള ബട്ടൺസ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കൃത്യമായിട്ട് ഇതിലേക്ക് എത്ര യൂണിറ്റ് എനർജി ഓരോ ദിവസവും ടുഡേയ്സ് കറണ്ട് അല്ലെങ്കിൽ ടുഡേയ്സ് എനർജി എത്രയാണെന്നുള്ള രീതിയിൽ കാണിക്കും. അതുപോലെ ടോട്ടലായിട്ട് എത്രയാണ് ഇതുവരെ ഈ സിസ്റ്റം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അത്രയും ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്ത് കാണും. പിന്നെ ഈ സിസ്റ്റം ഫാൾട്ട് ആണെങ്കിൽ അത് റെഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കത്തും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഡിസ്പ്ലേയിൽ മെയിനായിട്ട് വരുന്നത്. ഈ സെയിം സാധനം ഇപ്പോൾ ഈ ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ കീഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ താഴെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ ഒരു സ്ട്രക്ചർ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈൻ്റെ മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് ഇതിൽ പറയാം. പിന്നീട് ഇതിനകത്ത് വരുന്നത് ഈ MC4 കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് DC കറണ്ട് ഇൻപുട്ടാണ്, DC ഇൻപുട്ടാണ്. പിന്നീട് ഔട്ട്പുട്ട് AC ഔട്ട്പുട്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ കീഴ്ഭാഗമാണ്. കീഴ്ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ മൊഡ്യൂള് ഡിസ്കണക്ട് ചെയ്ത ഒരു ഭാഗമാണ് രീതിയിലാണിത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇത് DC ഇൻപുട്ട് ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഗ്രിഡ് ഔട്ട്പുട്ടാണിത്. അപ്പം ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ വെണ്ടർ സൈഡിൽ. പിന്നെ ഇതിവിടെ ഒരു കൂളിംഗ് ഒരു ഏരിയ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വെണ്ടർ സൈഡിൽ വരുന്നത്, ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു സോളാർ ഇൻവേർട്ടറിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗം. ഇതിൻ്റെ അകത്ത് MPPT അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ ഇൻവേർട്ടർ വാങ്ങിക്കുമ്പം അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈഡിലും അവർ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അപ്പോൾ ആ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് അതിൻ്റെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മിക്കതിൻ്റെയും അകത്തുള്ള MPPTകൾ 20 ആംപിയർ വരെയൊക്കെ ആയിരിക്കും കപ്പാസിറ്റി. പക്ഷേ അവർ ഏതാണ്ട് ഒരു 14-15 ആ ഒരു റേഞ്ചിൽ അവർ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ടോപ്കോൺ പാനലുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ഹൈ ആംപിയറിൽ കറണ്ട് വരും. ഏതാണ്ട് 18-20 അടുത്തൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടോപ്കോൺ പാനലുകൾ വെക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഇത് കമ്പനീനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ സോളാർ സ്ട്രിങ് ഇൻവേർട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടുള്ള സിസ്റ്റം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് നമ്മൾ ജനറേറ്റ് ആകുന്ന കറണ്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതാണിത്. മോണിറ്റർ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ജനറേഷൻ നമ്മുടെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് എത്രമാത്രം മൊബൈലിൽ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം കൂടി ഇതിൻ്റെ വെണ്ടറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ചില ഇൻവേർട്ടറുകളിലൊക്കെ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് വൈഫൈ അല്ലാതെ നമ്മുടെ ലാൻഡ് ലൈൻ കണക്ട് ചെയ്യേണ്ട, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യേണ്ട പോർട്ട് അവിടെയുണ്ട്. അതേപോലെ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സേവ് ചെയ്യേണ്ട പോർട്ടും അതിനകത്ത് ഉണ്ട്. ചില ഇൻവേർട്ടർ ലീവ് ഗാർഡിൻ്റെ ഒക്കെ ഇൻവേർട്ടറിൽ അത്തരത്തിലുള്ള പോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തതൊരു DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. അപ്പോൾ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനകത്തൊരു 20 ആംപിയറിൻ്റെ MCB വരും. പിന്നെ ഒരു SPD എന്ന് പറഞ്ഞാൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. അതായത് എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് എർത്തടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ SPD നിന്നാണ് ഒരു എർത്തിങ് പോകുന്നത്. DC-DBൻ്റെ എർത്തിങ് പോകുന്നത്, ഒരു എർത്ത് പോകുന്നത് ഈ SPD നിന്നാണ്. അപ്പം ഇതാണ് ഒരു DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഒരു ബോക്സും അത് ഓരോ ബ്രാൻഡിൻ്റെ ഇപ്പോൾ വാരിൻ്റെയൊക്കെ അവരുടെ തന്നെ DC-DB വരുന്നുണ്ട്. മറ്റ് ചില ബ്രാൻഡുകൾ പിന്നെ അത് അല്ലാതെ മറ്റ് ബ്രാൻഡിൻ്റെയും ഒക്കെ SPD നമുക്ക് അവൈലബിൾ ആണ്. DC-DB നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇതേപോലെയുള്ള കോമ്പണൻസ്, ഇതൊരു ജസ്റ്റ് ബോക്സാണ്. ആ ബോക്സിൻ്റെ അകത്ത് ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. ഇതിനകത്ത് SPD ഉണ്ട്, അതുപോലെ ഒരു DC അറേ ഉണ്ട്, പിന്നെ ഒരു DC MCB ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് കോമ്പണൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സോളാർ പാനലുകളിൽ നിന്ന് നേരിട്ട് വരുന്ന സോളാർ പാനലുകളിൽ നിന്ന് വരുന്ന ഇതുപോലെ ഈ വയർ ഇതിലേക്ക് പോകുന്നു. എന്നിട്ട് ആ DC കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബോക്സാണിത്. ആ DC കറണ്ട് ഇതിലേക്ക് വന്ന് ഇവിടെയും 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒരു ഫ്യൂസ് ഇവിടെ വരുന്നുണ്ട്, ഒരു 20 ആംപിയറിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇത് MCB എന്ന് പറയുന്നത്, DC MCB എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറം വരുന്ന ഈ കാണുന്നതാണ് നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഈ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിനാണ് നമുക്ക് എർത്ത് പോകുന്നത്. ഒരു എർത്ത് നമുക്ക് ഇവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ്
ഇതിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെണ്ടറിലെ ഒരു ഇൻപുട്ടിൻ്റെ ഒരു ഹോള് നമുക്കവിടെ കാണാം, അതുപോലെ ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ടിലേക്ക് പോകുന്ന അത് നേരെ സോളാറിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ് ഇതിലേക്ക് പോകുന്നത്. പിന്നീട് ഔട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഈ സർജ്, ഈ ഇത്രയും പ്രൊട്ടക്ഷൻ, ഒരു ഫ്യൂസ്, അതുപോലെ ഒരു MCB ഉണ്ട്, അതുപോലെ ഒരു SPD ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ട് കറണ്ടോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എർത്തടിച്ചിട്ട് അത് കളയും. അപ്പം എന്തായാലും നിർബന്ധമായിട്ടും ഒരു എർത്ത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. പല ആളുകളും കോമൺ ആയിട്ടൊക്കെ എർത്ത് കൊടുക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനൊരു എർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഒരു MCB ഉണ്ട്, അതുപോലെ SPD ഉണ്ട്, പിന്നെ ഒരു ഫ്യൂസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അടുത്തത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ്. അതായത് AC കറണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് പോലെ തന്നെയാണ് ഇത്. നമ്മുടെ DC-DB കഴിഞ്ഞ് ഇൻവെർട്ടറിലേക്ക് പോകുന്നു, DC കറണ്ട് ഇൻവെർട്ടറിലേക്ക് പോകുന്നു, ഇൻവെർട്ടറിന് ഔട്ട് വരുന്നത് AC കറണ്ടായിട്ടാണ്. ആ AC കറണ്ടാണ് പിന്നീട് ഇതിലേക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോകുന്നത്. ഇവിടെയും പ്രധാനമായിട്ടും ഉള്ളത് ഒരു MCB ഉണ്ട്, അതുപോലെ AC MCB, അതുപോലെ തന്നെ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇവിടെ കാണാം. സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസാണിത്. ഇവിടെയാണ് എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് നമുക്കിവിടെ എർത്ത്, സർജ് കറണ്ട് എന്നാണ് പറയുക. ആ സർജ് കറണ്ട് ഇവിടെയാണ് ഒരു എർത്തിങ് ഇവിടെയാണ് കൊടുക്കുക. ആ സർജ് കറണ്ട് എർത്തടിച്ച് കളയുന്ന അതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതാണ് ഒരു AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അടുത്തൊരു പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഇത്. നമ്മളല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇത് സിംഗിൾ ഫേസ് നെറ്റ് ബൈ ഡയറക്ഷൻ മീറ്റർ, നെറ്റ് മീറ്ററിംഗ് എന്ന് പറയും, ബൈ ഡയറക്ഷൻ മീറ്ററാണ്. ഇപ്പോൾ ഈ മീറ്റർ വെക്കുന്നത്, ഈ നെറ്റ് മീറ്റർ വെക്കുന്നത് KCB ആണ്. KCB നമുക്ക് എല്ലാം ഇതിൻ്റെ നമ്മുടെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി അതിന് ശേഷം KCBയിലെ ആൾക്കാർ വന്നിട്ട് ഈ നമ്മുടെ മീറ്റർ, നിലവിലുള്ള യൂണി ഡയറക്ഷണൽ മീറ്റർ മാറ്റിയിട്ട് ബൈ ഡയറക്ഷൻ മീറ്ററാണ് അവിടെ വെക്കുന്നത്. ഇപ്പോൾ ഈ ബൈ ഡയറക്ഷൻ മീറ്റർ, ഈ ബൈ ഡയറക്ഷൻ മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ട് ഡയറക്ഷനിലേക്കും കറണ്ട് പാസ് ചെയ്യും. കാരണം മുമ്പ് നമ്മൾ സോളാർ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് ഒറ്റ ഡയറക്ഷനിലേക്കേ വേണ്ടൂ. അതായത് KCB ലൈനിൽ നിന്ന് വീട്ടിലേക്ക് മാത്രമേ നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമുള്ളൂ, തിരിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ലൈൻ ഓഫായി കഴിയുമ്പോൾ നമുക്ക് വീടുകളിൽ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് തിരിച്ച് പോകേണ്ടതാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സമയത്ത് യൂണി ഡയറക്ഷണൽ മീറ്റർ വെച്ചത്. ഇപ്പോൾ സോളാർ ആകുമ്പോൾ നമുക്ക് സോളാറിൽ നിന്ന് എക്സസ് വരുന്ന കറണ്ട് നമുക്ക് KCB ലൈനിലേക്ക് സപ്ലൈ ചെയ്യണം, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബൈ ഡയറക്ഷണൽ മീറ്റർ ഇവിടെ വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് മൾട്ടി സ്പൈക്ക് ഉള്ളതുണ്ട്, യൂണി സ്പൈക്ക് ഉള്ളതുണ്ട്. അപ്പോൾ ഇതും ഒരു മൾട്ടി സ്പൈക്കുള്ള ലൈറ്റ്നിങ് അറസ്റ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ എർത്തിങ് സെപ്പറേറ്റ് ആയിട്ട് വേണം. അപ്പം പരമാവധി ഇതിൻ്റെ കോപ്പർ തന്നെ, ഫുൾ കോപ്പർ തന്നെ യൂസ് ചെയ്യുക. ചിലത് കോപ്പർ കോട്ടിംഗ് ഒക്കെ ഉള്ളത് വരുന്നുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഫുൾ കോപ്പർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പരമാവധി അതിൻ്റെ വയറിങ്ങും നമുക്കതിൻ്റെ വയറിങ്ങും അലുമിനിയം 50 mm അലുമിനിയം ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും കോപ്പർ പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പൈക്ക്, മൾട്ടി സ്പൈക്ക് സ്ട്രക്ചർ ഇതാണ്. ഇതേപോലെ തന്നെ യൂണി സ്പൈക്ക് ആയിട്ടുള്ളതുണ്ട്. ഈ മുകളിൽ കാണുന്നത് ഇത് മാത്രമേ ഉണ്ടാവും, ഒരു സൈഡിലുള്ള ആ സ്പൈക്ക് അവിടെ ഉണ്ടാവും. ഇതാണൊരു മോണോസ്പൈക്ക് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ. അതിൻ്റെ കേബിളാണ് ഈ രീതിയിലാണ് അത് വരിക. അതിന് മറ്റ് സൈഡുകളിലേക്ക് സ്പൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. മറ്റേതാണ് ഏറ്റവും ബെസ്റ്റ്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കേബിളിങ്ങും എല്ലാം കൃത്യമായിട്ട് കോപ്പർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പ്രധാനമായിട്ടും എർത്തിങ്ങിൻ്റെ കേബിളാണ്. എർത്തിങ്ങിൻ്റെ കേബിൾ മെയിനായിട്ട് വരുന്നത് കോപ്പർ തന്നെ യൂസ് ചെയ്യാം. കോപ്പർ ബാറുകളുണ്ട്, ഒരു 90% 99% പ്യൂറായിട്ടുള്ള ഇത്തരത്തിലുള്ള കോപ്പർ ബാറുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കോപ്പർ ബാറുകൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഇതിന് കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. അതുപോലെ കോപ്പർ വയറുകളും യൂസ് ചെയ്യാം. ചില ആളുകൾ, ഇപ്പോൾ ഞാനത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് ഈ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ വയർ മാത്രം 50 mm അലുമിനിയം കേബിളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോപ്പറാണ് പെട്ടെന്ന് ഇതിൻ്റെ ഒരു കോപ്പറിൻ്റെ
കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് കോപ്പർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ റേറ്റ് അല്പം കൂടുതലായിരിക്കും കോപ്പറിന്. അടുത്ത ഇതൊരു നമ്മുടെ എർത്ത് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഇതാണ് ബസ് ബാർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ 2-3 എർത്തുകൾ കോമൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് 2-3 സെപ്പറേറ്റ് എർത്തുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷം നമുക്ക് കോമൺ ആയിട്ട് ഇത് ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിലും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇത് എർത്തിങ്ങിൻ്റെ ഒരു ബുഷ് ബാർ എന്ന് പറയുന്ന സ്ട്രക്ചർ, ഒരു കമ്പോണൻറ്റ്. അപ്പോൾ ഈ കമ്പോണൻറ്റും നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് ഇതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഓപ്പൺ ബാരലായിട്ടുള്ള കോപ്പർ റിങ്, അതായത് ലെഗാണ്. നമുക്ക് എർത്ത് വയറുകൾ ലാസ്റ്റ് എർത്തിൻ്റെ റോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പറിൻ്റെ ക്ലാമ്പുകളാണ്. അപ്പം ഇതും മറ്റൊരു കമ്പോണൻ്റാണ്. ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പോണൻ്റ്. ഇത് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എർത്തിങ്ങിൻ്റെ ടോപ്പിൽ വെക്കുന്ന ഒരു കമ്പോണൻ്റാണിത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നമുക്കിത് എർത്തിങ്ങിൻ്റെ സ്ട്രക്ചർ കാണിക്കാം. അപ്പം അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു 1 എൻഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചെറിയ വെല്ല് പോലെയുള്ള സ്ട്രക്ചറാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ മിഡിലാണ് നമ്മുടെ എർത്തിൻ്റെ റോഡ് വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഏറ്റവും ടോപ്പിൽ, അതായത് നമുക്ക് എർത്തിങ്ങിൻ്റെ കുറച്ചൊരു ഓപ്പണായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇപ്പം വരുന്ന ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ എർത്തിങ്ങിൻ്റെ കണക്ഷൻ നമ്മൾ ഈ എർത്തിങ് കോമ്പൗണ്ട് വെച്ച് മൂടുന്നില്ല. അപ്പോൾ ആ കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. പക്ഷേ അതിനുശേഷം ഈ എർത്തിങ്ങിൻ്റെ റോഡ് നേരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കമ്പോണന്റ്. അടുത്തത് എർത്തിങ് കോമ്പൗണ്ടാണ്. ഇപ്പോൾ ഈ എർത്തിങ് കോമ്പൗണ്ടാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇത് കോപ്പറിൻ്റെയൊക്കെ ഒരു മിക്സറാണ്. അതായത് കുറച്ച് കണ്ടക്ടിവിറ്റി ഉള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ഒരു മിക്സറാണ്. അപ്പം ഇത് നമ്മൾ എർത്തിൻ്റെ പിറ്റ് ഈ രീതിയിൽ, ഇപ്പോൾ എർത്തിൻ്റെ പിറ്റ് അത് കൃത്യമായിട്ട് കുഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേ ഡ്രില്ലർ പോലെയുള്ള മെഷീനൊക്കെ ഉണ്ട്. ഡ്രില്ലറിൽ ഇതിൻ്റെ എർത്ത് പിറ്റ് കുഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു സ്ട്രക്ചർ നമുക്കവിടെ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കുഴിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ എർത്ത് റാഡ് പൂർണ്ണമായിട്ടും ഇത് സാധാരണ നിങ്ങൾ പല ആളുകളും ഇത് അടിച്ചിറക്കാറുണ്ട്. നമ്മളൊരു കുറച്ച് കുഴിയെടുത്തിട്ട് ബാക്കി നമ്മളിങ്ങനെ അടിച്ചിറക്കും ചുറ്റിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും അളവിൽ തന്നെ കുഴിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എർത്തിങ് കോമ്പൗണ്ട് അതിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ റാഡ് നമുക്ക് ഇതിലേക്ക് ഇറക്കുക. ഇത് ഫുൾ കോപ്പറാണ്. കോപ്പർ കോട്ടിംഗ് ഉള്ളതൊക്കെ വരുന്നുണ്ട്. ഫുൾ കോപ്പർ തന്നെ പരമാവധി യൂസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കൺട്രോൾ ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ ഇവിടെയാണ് നമുക്ക് ഈ ഒരു കണക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം ഇതാണ് എർത്ത് ഗ്രൗണ്ടിങ്ങിൻ്റെ വയർ കണക്ഷൻ ഇവിടെ വരും. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്പേസിൽ നമ്മളിത് ഫ്രീ ആയിട്ട് വെക്കും. ഇപ്പം നമ്മുടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബക്കറ്റിൻ്റെ ക്യാപ്പ് മാത്രമേ നമ്മളിവിടെ കാണുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് എർത്തിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി കോപ്പർ യൂസ് ചെയ്യുക. പിന്നീട് ഈ കുഴി കൃത്യമായിട്ട് കുഴി എടുത്ത് അതിൽ ഈ എർത്തിങ് കോമ്പൗണ്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓരോ കമ്പോണൻസും പരിചയപ്പെട്ടു. ഇനിയുള്ളത് നമുക്കിതിൻ്റെ ഈ കോമ്പണൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മൾ ഇതിൻ്റെ ഒരു വയറിങ് എങ്ങനെയാണെന്ന് നമുക്ക് സ്കീമാറ്റിക്കലി നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ബെയർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നമ്മുടെ റൂഫ് ടോപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യമായിട്ട് സ്ട്രക്ചർ പിടിപ്പിക്കണം. ഇപ്പോൾ സ്ട്രക്ചർ അവിടെ കൃത്യമായിട്ട് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രക്ചർ വന്നു. അതിനുശേഷം നമ്മളവിടെ ക്ലാമ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് സോളാർ പാനലുകൾ ഇതുപോലെ ഘടിപ്പിക്കുന്നു. അതിനുശേഷം സോളാറിൻ്റെ വയറിംഗ് ആണ്. സോളാറിൻ്റെ വയറിംഗ് കൃത്യമായിട്ട് നടന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, സോളാർ ഈ രീതിയിൽ നമ്മൾ അറേ അവിടെ ഉണ്ടാക്കുന്നു. അതിനുശേഷം അതിൻ്റെ DC കേബിളുകൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ ഇപ്പം ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആണെങ്കിൽ 6 പാനലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ MC4 കണക്ടറുകൾ ഉപയോഗിച്ച് അവിടെ കണക്ട് ചെയ്ത് സീരിയലായിട്ട് കണക്ട് ചെയ്തു. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ DC കറണ്ട് നമ്മൾ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് എത്തുന്നു. ഈ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ കമ്പോണൻസ് നമുക്ക് അറിയാം. അവിടെ എന്തൊക്കെയാണുള്ളത്. അവിടെ ഒരു SPD ഉണ്ട്, അതുപോലെ ഒരു MCB ഉണ്ട്, പിന്നെ ഒരു ഫ്യൂസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇവിടുന്ന് ഒരു എർത്തിങ് പോകുന്നുണ്ട്. എർത്തിങ് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ആദ്യം നമുക്കിതിൻ്റെ ഫസ്റ്റ് കണക്ഷൻ നോക്കാം. അതിനുശേഷം അടുത്തത് നമുക്കിവിടെ വരുന്നത്
ഇങ്ങനെ പുറത്ത് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോയതിന് ശേഷം പുറത്തേക്ക് വരുന്ന DC കറണ്ടിനെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രിഡ് ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ DC ആണ്. പക്ഷേ ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു? DCനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻ. അങ്ങനെ ഇൻവെർട്ടറിൽ നിന്ന് പുറത്ത് വരുന്ന DC കറണ്ട് അതിൻ്റെ എവിടെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നീട് ഈ ഇൻവെർട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന AC കറണ്ടിനെ അവിടെ ഒരു AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അത് കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഒരു AC MCB ഉണ്ട്, അതുപോലെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും ഉണ്ട്. അങ്ങനെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ LT പാനലാണ്. അപ്പോൾ LT കൺട്രോൾ പാനൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടെ മെയിനായിട്ട് വരുന്ന ഒരു എനർജി മീറ്ററാണ്. പിന്നെ അതേപോലെ ഒരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ബ്രേക്കറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ LT പാനൽ. പിന്നീട് LT പാനലിൽ നിന്ന് നമ്മുടെ ഒരു LT പാനൽ ത്രൂ ആണ് നമ്മുടെ വീടുകളിലേക്ക് പോകുന്ന കണക്ഷൻ പോകുന്നത്. പിന്നെ അത് കൂടാതെ LT പാനലിൽ നിന്ന് നമ്മുടെ ഔട്ട് പോകുന്നത് നമ്മുടെ എനർജി മീറ്ററിലേക്കാണ്. അതായത് നെറ്റ് ബൈ ഡയറക്ഷൻ മീറ്ററിലേക്കാണ് പോകുന്നത്. ബൈ ഡയറക്ഷൻ മീറ്റർ നമ്മൾ എല്ലാ കണക്ഷനും പൂർത്തിയായതിനു ശേഷം ഇത് KSEB കൊണ്ട് മാറ്റി വെക്കുന്ന മീറ്ററാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ബൈ ഡയറക്ഷൻ മീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ബൈ ഡയറക്ഷൻ മീറ്ററിൽ നിന്ന് നേരിട്ട് പോകുന്ന ഗ്രിഡിലേക്കാണ്. അപ്പോൾ ഗ്രിഡിൽ നിന്ന് അതേപോലെ തന്നെ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പച്ച കാണിക്കാൻ കാരണം നമ്മൾ ഗ്രീൻ എനർജി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് KSEB നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നേരെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ LT പാനലിൻ്റെ അവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ LT പാനലിൻ്റെ അവിടുന്ന് നേരെ മറ്റൊരു കണക്ഷൻ നമുക്ക് നമ്മുടെ ഹോം അപ്ലയൻസിലേക്ക് പോകും. അപ്പോൾ അത് കാണിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ ഈ എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് നമുക്ക് നേരെ KSEBിലേക്ക് പോകുന്നു. അതുപോലെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ നമുക്ക് KSEB ഉള്ള കറണ്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇനി ഇതിൻ്റെ എർത്തിങ് നോക്കണം. എർത്തിങ് എങ്ങനെയാണെന്നുള്ളത്, ഒരു എർത്ത് നമ്മളൊരു ലൈറ്റിംഗ് അറസ്റ്റർ ഫിറ്റ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ റൂഫ് ടോപ്പിലാണ്. അത് ഏതാണ്ട് ഒരു അംബ്രല ഷേപ്പിലാണ് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാർ ഇതിൻ്റെ നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ ഒരു കോർണറിലായിട്ടാണ്, അതായത് നമ്മൾ നിഴലടിക്കുന്ന രീതിയിൽ വെക്കൂല, അതിൻ്റെ ടോപ്പ് കോർണറിലാണ് സാധാരണ കുറച്ച് ഉയർത്തിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ലൈറ്റ്നിങ് അറസ്റ്റർ വെക്കുക. അപ്പോൾ ഇതാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. അത് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് ഒരു എർത്തിങ് യൂണിറ്റ് കൃത്യമായിട്ട് വരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ഈ എർത്തിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഒരു എർത്ത് സ്ഥാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ വയറിങ് നമ്മൾ പ്രധാനമായിട്ട് കോപ്പർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ചില 50 mm അലൂമിനിയം വയറൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോപ്പർ വയറിംഗ് ആണ്. രണ്ടാമത്തെ എർത്ത് വരുന്നത് ഇതിൻ്റെ സ്ട്രക്ചറിൽ നിന്നാണ്. അതായത് ഈ സോളാർ പാനലിൻ്റെ ബോഡിയിൽ നിന്നുള്ള കണക്ഷൻ നേരെ അതിൻ്റെ സ്ട്രക്ചറിൽ വരും. അവിടെ നിന്നാണ് ഒരു എർത്ത് വരുന്നത്, അതും സെപ്പറേറ്റ് ആയിട്ട്. ഈ 2 എർത്തുകൾ തമ്മിൽ ഏതാണ്ട് ഒരു 3 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് മൂന്നാമത്തെ എർത്ത് വരുന്നത് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്നാണ്. ചില ആളുകൾ DC-DB എന്നും AC-DB എന്നും എല്ലാം ഉള്ള എർത്തിങ് എല്ലാം കൂടി ഒരു എർത്ത് ബെഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എർത്ത് ബെഞ്ച് വെച്ചിട്ട് നമ്മൾ ഒറ്റ എർത്തായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരു എർത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ അത്രയും നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതേസമയം അതിൻ്റെ എന്തെങ്കിലും ഒരു നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി അവിടെ നമ്മൾ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മൂന്നാമത്തെ എർത്ത് എന്ന് പറഞ്ഞാൽ DC-DB എന്നുള്ള എർത്താണ്. നാലാമത്തെ എർത്ത് നമ്മുടെ AC-DB അതുപോലെ LT പാനൽ. അപ്പോൾ അത് കോമൺ ആയിട്ടൊരു ഇവിടെ കാരണം 2 AC കറണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ ഇതേപോലെ ഒരു നമ്മുടെ എർത്ത് ബെഞ്ച് അവിടെ വെക്കുന്നു. അതിനുശേഷം ആ ബെഞ്ചിൽ നിന്നാണ് നമ്മൾ നാലാമത്തെ എർത്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം. പിന്നെ ഈ LT പാനലിൽ നമ്മുടെ ഹോം അപ്ലയൻസിലേക്ക് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മുടെ വീട്ടിലെ ഹൗസ് ലോഡിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന, അതായത് നമ്മുടെ പകൽ സമയങ്ങളിൽ നമ്മുടെ പൊതുവേ ഉപയോഗം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പകൽ സമയത്ത് പരമാവധി സോളാറിൽ നിന്നായിരിക്കും നമ്മുടെ വീടുകളിൽ ഇൻസ്ട്രുമെൻ്റൊക്കെ റൺ ചെയ്യുക. എക്സസ് ആയിട്ട് വരുന്നത് നേരെ എന്ത് ചെയ്യുന്നു, ഈ മീറ്റർ തന്നെ നേരെ ബൈ ഡയറക്ഷൻ മീറ്ററിലേക്ക് പോയി അത് ഗ്രിഡിലേക്ക് പോകുന്നു. ഇനി ചില സമയം രാത്രിയൊക്കെ ആകുന്ന സമയങ്ങളിൽ നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ KSEB നിന്ന് ഇങ്ങോട്ട് വരുന്നു. ആ KSEB നിന്ന് വരുന്ന കറണ്ട് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതാണ് LT പാനലിൽ അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.
ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് നമ്മുടെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇതേപോലെ നമുക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റവും അതുപോലെ ഓഫ് ഗ്രിഡ് സിസ്റ്റവും എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്, ബാക്കി എന്തൊക്കെ കമ്പോണൻസ് ആണ് വരുന്നത്, ഇപ്പൊ ഇതിൽ മറ്റ് സിസ്റ്റങ്ങളാണെങ്കിലും പല കമ്പോണൻസും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, അത്തരം കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ പരമാവധി അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.